വിവാഹിതരായ ഇന്ത്യയിലെ 53% ആളുകൾ പരസ്ത്രീ ബന്ധമോ അതുമല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു രഹസ്യ പങ്കാളിയോ സൂക്ഷിക്കുന്നവരാണ് എന്നുള്ള കണ്ടെത്തൽ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഈ സാഹചര്യത്തിലാണ് പങ്കാളികൾ തന്നെ അറിയാതെ ഇവരെങ്ങനെ ഈ രഹസ്യബന്ധങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ള വലിയ തോതിലുള്ള ഒരു ചർച്ചയും അതോടൊപ്പമുള്ള ആശങ്കകളും പുറത്തു വന്നത്. പങ്കാളി അറിയാതെ രഹസ്യബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഐഫോൺ ഉപഭോക്താക്കൾ വ്യത്യസ്തവും നൂതനവുമായ മാർഗം ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയതോടെയാണ് വലിയ തോതിലുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത്. അത്യാവശ്യ കാര്യങ്ങൾ ഫോണിൽ കുറിച്ചു വെക്കാനായുള്ള നോട്ട്സ് ആപ്പ് ഉപയോഗിച്ചാണ് ഐഫോൺ ഉപഭോക്താക്കൾ സ്വന്തം പങ്കാളികൾ അറിയാതെ തങ്ങളുടെ രഹസ്യ പങ്കാളികളുമായി ചാറ്റ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിരവധി പോസ്റ്റുകളും വീഡിയോകളുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഐഫോണിലെ നോട്ട്സ് ആപ്പിലുള്ള കൊളാബറേഷൻ സൗകര്യം ഉപയോഗിച്ചാണ് ഇത് സാധ്യമാകുന്നത്. നോട്ടുകൾ ഇതുവഴി മറ്റൊരാളുമായി പങ്കുവയ്ക്കാൻ കഴിയും. നോട്ട് പങ്കുവയ്ക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇരുവർക്കുമിടയിൽ രഹസ്യ ചാറ്റിങ്ങിനുള്ള മാർഗമായി അത് മാറും. നോട്ടുകളിലെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ഈ ഫീച്ചറിനെ ഇങ്ങനെയും ഉപയോഗിക്കാമെന്ന് ഇതിന്റെ നിർമ്മാതാക്കൾ പോലും ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. റിലേഷൻഷിപ്പിൽ വഞ്ചന കാണിക്കുന്നവർ എങ്ങനെയാണ് ഐഫോണിലെ നോട്ട്സ് ആപ്പ് ഉപയോഗിക്കുന്നത് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പലരും ചോദിക്കുന്നത്. മറ്റു ചിലർ തങ്ങളുടെ സ്വന്തം അനുഭവകഥകളും പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം ഈ ഫീച്ചർ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഇവർ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വലിയ സ്വീകാര്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്കും ലഭിക്കുന്നത്. നേരത്തെ കാസി ക്രോഫ്റ്റ്സ് എന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. സ്ത്രീകളെ സഹായിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളാണ് കാസി. സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റും പഴയ കാമുകിയോട് പറയാനുള്ള രോഷം നിറഞ്ഞ വാക്കുകളും കുറിച്ചു വെക്കാനുള്ള അതേ ഇടമാണ് രഹസ്യബന്ധത്തിനായി ഉപയോഗിക്കപ്പെടുന്നതെന്ന് കാസി ക്രോഫ്റ്റ്സ് പറയുന്നു. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ സംശയമുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഫോൺ എടുത്ത് ടെക്സ്റ്റ് മെസ്സേജിംഗ് ആപ്പ് തുറന്നു നോക്കും. ചിലപ്പോൾ മെസ്സഞ്ചറും തുറക്കും, വാട്സപ്പും തുറക്കും. എന്നാൽ അവർ ഒരിക്കലെങ്കിലും നോട്ട്സ് ആപ്പ് തുറന്നു നോക്കുമോ? ചിന്തിച്ചു നോക്കൂ, കാസി പറഞ്ഞു. ഒട്ടേറെ ഉപഭോക്താക്കളെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്ക് താഴെ പ്രതികരിച്ചത്. എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ നോട്ട്സ് ആപ്പ് അവന്റെ ലാപ്ടോപ്പിലും തുറന്നിരുന്നു. അങ്ങനെയാണ് അവന്റെ രഹസ്യബന്ധം കാമുകി കണ്ടുപിടിച്ചത്. ഒരാൾ കുറിച്ചു, ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രത്യേക പാസ്വേഡ് ഉപയോഗിച്ച് നോട്ട്സ് ആപ്പ് ലോക്ക് ചെയ്തു വയ്ക്കാം. അതുകൊണ്ട് തന്നെ ഫോൺ ആർക്കെങ്കിലും കിട്ടിയാലും അവർക്ക് നോട്ട്സ് തുറക്കാൻ കഴിയില്ല, മറ്റൊരാൾ പറഞ്ഞു. പലവിധ കാരണങ്ങളാലാണ് ആളുകൾ രഹസ്യബന്ധത്തിനായി നോട്ട്സ് ഉപയോഗിക്കുന്നത്. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ആപ്പുകളെ പോലെ സംശയം ജനിപ്പിക്കുന്ന ഒന്നല്ല നോട്ട്സ് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. നോട്ടുകളെ ഫോൾഡറുകളിൽ സൂക്ഷിക്കാമെന്നത് അധിക സുരക്ഷ നൽകുന്നു. ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചാറ്റിങ്ങിന്റെ ഒരു ശേഷിപ്പും ഉണ്ടാകില്ല. ഷെയർ ചെയ്യുന്നത് അവസാനിപ്പിച്ചാൽ ഉടൻ നോട്ട് എല്ലാ ഡിവൈസുകളിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെടും. എൻഡ് ടു എൻഡ് ഇൻസ്ക്രിപ്ഷൻ ഉള്ളതിനാൽ സാങ്കേതികമായി നോട്ട്സ് സുരക്ഷിതമാണ്. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവർ ഉപയോഗിക്കുന്നതിന് കാരണമായതായിട്ട് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും എല്ലാം സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു ക്രൈമാണെന്നുള്ള ചിന്ത കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണെന്നുള്ള ബോധ്യം എല്ലാവരിലും ഉണ്ടാകണം. അതിലുപരി ഒരു വിവാഹം മൂലം ഉണ്ടാകുന്ന ഒരു പവിത്രമായ ബന്ധത്തെ തകർത്തെറിയുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ വലിയ തോതിലുള്ള ചതിവാണ് കാണിക്കുന്നത്. മനസാക്ഷി പോലും പൊറുക്കാത്ത ഒരു കാര്യവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി നമ്മൾ വലിയ ഒരു ചതിയിലേക്ക്, ഒരു കുഴിയിലേക്കാണ് ചെന്നെത്തുന്നത് എന്നുള്ള ബോധ്യം ഓരോരുത്തരിലും ഉണ്ടായാൽ നന്ന്.